ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും കണ്ടില്ലല്ലേ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഴവും മുട്ടയും കൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 3 നീളത്തിൽ 3 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മൾ പഴമൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 മുട്ട ആവശ്യമാണ്. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായിട്ട് തന്നെ വെട്ടി. അപ്പോൾ മുട്ടയും നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയോ കാഷ്നട്ടോ റൈസിൻസോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒരു ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ തേങ്ങ മതി. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴങ്ങൾ ഓരോന്നുമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഴം നീളത്തിൽ ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് മുട്ട നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും തേങ്ങയും കശുവണ്ടിയും മിക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള നേന്ത്രപ്പഴവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്ന വരെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.